നമ്മൾ സന്നിധാനത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ അവിടെ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, അവിടെ ഒരു പടിപൂജ കാലത്തെ ഒരുക്കങ്ങൾ, കാലത്തെ ഒരുക്കങ്ങൾ എന്നത് വലിയ ഒരുക്കമാണ്. അങ്ങനെ അതിന് സമാനമായ ഒരുക്കമാണ് യഥാർത്ഥത്തിൽ ഈ മകരസംക്രമ സന്ധ്യയിലും അവിടെ നടക്കാറുള്ളത്. പടികൾ മനോഹരമായി അതിലെ ശുദ്ധിക്രിയകളൊക്കെ പൂർത്തിയാക്കി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അതൊരു പടിപൂജയ്ക്ക് ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങി നിൽക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അയ്യപ്പൻ്റെ തിരുമുറ്റവും ഒക്കെ ആ നിലയിൽ കമനീയമായി അലങ്കരിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഈ അവിടെ ശരംകുത്തിയിലേക്ക് ഇവിടെ നിന്നുള്ള സംഘം യാത്ര തിരിക്കുന്നത്? പന്തളത്തു നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ അവരെപ്പോഴാണ് പോകുന്നത്? 6 മണിയോടുകൂടി വിജയകുമാർ ആ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ 6 മണിയോടുകൂടി തന്നെ ADM രാഹുൽ അരുൺ എസ് നായർ, അതാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം, ഉദ്യോഗസ്ഥ സംഘവും അതുപോലെ തന്നെ ഇവിടുത്തെ ആചാര്യ ശ്രേഷ്ഠരും എല്ലാവരും തന്നെ അവിടേക്ക് എത്തും. അവിടെ ഒരു ആചാരപരമായ ഒരു സ്വീകരണമായിരിക്കും തിരുവാഭരണത്തിന് നൽകുക. ശേഷം മാലയെല്ലാം അണിയിച്ച്, എല്ലാവരുടെയും കഴുത്തിൽ പൂമാല അണിയിച്ച് അയ്യപ്പന്റെ പ്രതീകം, അയ്യപ്പന്റെ തിരുവാഭരണം, അതുപോലെ തന്നെ മാളികപ്പുറത്തമ്മയുടെ അണിയിക്കാനുള്ള തിരുവാഭരണമൊക്കെ തലച്ചുമടായി കൊണ്ടുവരുന്ന ആളുകളെ അവരുടെ പ്രതീകം, ദൈവിക പ്രതീകമായി തന്നെയാണ് കാണുന്നത്. അവരെ മാലയൊക്കെ അണിയിച്ച് സ്വീകരിക്കും. ശേഷം വാദ്യമേളങ്ങളുടെയും അതുപോലെ തന്നെ കുത്തുവിളക്കുകളുടെയും ഒക്കെ കമ്പടിയോടുകൂടി ശബരിമല സന്നിധാനത്തെ നടപ്പന്തലിലേക്ക് ആനയിക്കും. നടപ്പന്തലിൽ അവരോടൊപ്പം വരുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഒരു ദർശനം ഉണ്ടാവുക. അതിനുശേഷം നേരെ മാളികപ്പുറത്തമ്മയുടെ 2 പേടകങ്ങൾ ആ വഴി കടന്ന് വാവർസ്വാമിയുടെ നടവഴി അപ്പുറത്തെ മേഖലയിലേക്ക്, മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്ര മേഖലയിലേക്ക് കടന്നു പോകും. അതിനുശേഷമായിരിക്കും ഇങ്ങോട്ട് ശ്രീകോവിലിന്റെ പരിസരത്തേക്ക്, 18-ാം പടിയുടെ പരിസരത്തേക്ക് ഈ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ആ പേടകം വരിക. അത് തലച്ചുമടായി എടുത്തിരിക്കുന്ന ആൾ അത് വളരെ ഭക്തിപൂർവ്വം 18 പടികളെയും തൊട്ട് വന്ദിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോകും. ഇത്തവണ ആ പേര് ഞാൻ യഥാർത്ഥത്തിൽ ആ പേര് അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാക്കാനാകും, ആരാണ് തലച്ചുമടായി കൊണ്ടുവരുന്നത് എന്നത് വ്യക്തമാക്കാനാകും. എന്തായാലും അദ്ദേഹത്തിന് 18 പടിയും കൃത്യമായി തൊട്ട് വന്ദിച്ച് ഇവിടെ വരുന്ന എല്ലാവർക്കും, വിജയകുമാറൊക്കെ ഇവിടേക്കും അതുപോലെ തന്നെ ഗോകുലൊക്കെ നിരവധി തവണ വന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. സ്വാഭാവികമായി ഇവിടെ 18 പടികളും തൊട്ട് വന്ദിച്ച് മുകളിലേക്ക് കയറി പോകണമെന്നൊക്കെയാണ് എല്ലാ ആചാരപരമായും പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ ഭക്തർക്കും അവരുടെ ഏറ്റവും ആഗ്രഹവും അത് തന്നെയാണ്. പക്ഷേ അതൊരിക്കലും സാധിക്കാറില്ല. കാരണം അത്ര കണ്ട് തിരക്കാണ്. മിനിറ്റിൽ ഇത്ര ആളുകൾ പോകണമെന്നത് പോലീസുകാരുടെ ഒരു നിഷ്കർഷയാണ്. അവർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റിൽ ഒരു 72 അല്ലെങ്കിൽ 74 എങ്കിലും പോകണം. അങ്ങനെയാണെങ്കിലാണ് 1 ലക്ഷത്തോളം ആളുകൾ ദിവസവും തൊഴാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ഭക്തർ പരമാവധി തൊഴാൻ വേണ്ടി, പടി തൊട്ട് തൊഴാൻ വേണ്ടിയൊക്കെ പരമാവധി ശ്രമിക്കാറുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് വിജയകുമാർ ഇപ്പോൾ പറഞ്ഞതുപോലെ 18-ാം പടി ഇങ്ങനെ ആളും ആരവും ഒക്കെ ഒഴിഞ്ഞ് വളരെ വിരളമായി മാത്രമേ ഈ പടിപൂജ സമയത്തൊക്കെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.